സ്പെഷ്യൽ മത്തങ്ങയും പയറും കറിയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 200 ഗ്രാമോളം മത്തങ്ങ, 2 പച്ചമുളക്, ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, കുറച്ച് പയർ, നമ്മൾ സാധാരണ ചിങ്ങപ്പയർ എന്നൊക്കെ പറയുന്ന സാധനം, ഒരു കപ്പ് വെള്ളം, ഒരു സ്പൂണ് 1 സ്പൂൺ ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. മസാലയുടെ വേറെ സാധനങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കണ്ട. പിന്നെ നമ്മളിടുന്നത് ഒരിതള് വേപ്പില. വേപ്പില കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു ഇതളേ ഇടുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇളക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. കാരണം ഈ പയർ കുറച്ച് കൂടുതലുണ്ട്. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി കൂട്ടി. ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് വേവണം. രണ്ടും പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും എടുക്കില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടാവും. വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ കറി നിർത്താം. ഇത് നമ്മൾ പണ്ട് പറയുന്ന മൊളൂഷ്യം എന്ന് പറയുന്ന റേഞ്ചിലുള്ള അല്ലെങ്കിൽ ആ പാകത്തിലുള്ള കറി. അല്പം മത്തങ്ങ ഒന്ന് ഉടയ്ക്കാം വേണമെങ്കിൽ. ഉപ്പ് നോക്കാം. പാകത്തിനാണ്. നേരത്തെ പറയാത്തൊരു കാര്യം ഞാൻ ഇതിനകത്ത് എൻ്റെ ഇടയിൽ ചെയ്തിരുന്നു. 1 സ്പൂണ് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിരുന്നു. ഇത്രയുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ. ഞാൻ നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. നാളികേരപ്പാൽ ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒന്നിളക്കുക. പിന്നെ ഇത് തിളപ്പിക്കൊന്നും വേണ്ട. വരുന്ന ഒരു സ്റ്റേജിൽ നിർത്തിയാൽ മതി. ഈ ഒരു സ്റ്റേജിൽ ഒരു ഇതള് വേപ്പില കൂടി ഇതിനകത്തേക്ക് ഇടുക. നിങ്ങളുടെ ഒരു വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതും സ്വാദ് കൂട്ടാൻ നന്നാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു തിളയ്ക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കറി.